ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം. പിടിച്ചത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ. സമീപത്തെ കടകളിലേക്കും തീ പടരുന്നു. മുഴുവൻ കടകളും ഒഴിപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ തീവ്ര ശ്രമം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. നാളെ 4 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. തെരുവുനായ ആക്രമണം തുടർക്കഥ. കോഴിക്കോട് കുറ്റ്യാടിയിലും കുറ്റിച്ചിറയിലും 2 കുട്ടികൾക്ക് കടിയേറ്റു. കുറ്റിച്ചിറയിൽ 5 വയസ്സുകാരനെ നായ ആക്രമിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് മലപ്പുറത്ത് നിന്നുള്ള സംഘമെന്ന് പോലീസ്. 5 അംഗ സംഘത്തെ തിരിച്ചറിഞ്ഞു. പിടിയിലായ 2 പേരെ ചോദ്യം ചെയ്യുന്നു. പാലക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. പാലക്കാട് വാളയാറിൽ 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. അമ്മ തള്ളിയിട്ടതാണെന്ന് കുട്ടിയുടെ മൊഴി. വാളയാർ സ്വദേശി ശ്വേത റിമാൻഡിൽ. വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം. പുതിയ ബസ് സ്റ്റാൻഡിലെ തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. MS അനീഷ് കുമാർ ഉണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. അനീഷ് കുമാർ, ഇപ്പോൾ ആ തീ പടരുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഏതാണ്ട് അരമണിക്കൂറിലധികമായി തീ ആളിക്കത്തുന്നുവെങ്കിൽ പോലും ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ ആശങ്ക നൽകുന്ന കാര്യം. തുണിക്കട നിലനിന്ന സ്ഥലം, അതായത് തുണിക്കടയുടെ ഭാഗമായുള്ള സംഭരണ കേന്ദ്രം നിലനിന്ന ഇടമാണ്. അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്ക് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഈ കച്ചവടക്കാരിൽ നിന്നുമൊക്കെ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തീ ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തുണിത്തരങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ തോതിൽ ഇത് ആഞ്ഞ് കത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നത്. സ്കൂൾ തുറക്കൽ സീസണും മറ്റുമൊക്കെ ആവാൻ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ സംഭരിച്ചിരിക്കുന്ന സ്ഥലമാണ്. മൊത്ത കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം തുണിത്തരങ്ങൾ ഇവിടെ സംഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ നിലനിൽ ഈ തീ ആഞ്ഞ് കത്തുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് ഒരുപാട് ചെറിയ കടകൾ നമുക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു പ്രധാന വാണിജ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇടമുണ്ട്. അവിടേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ആദ്യം തന്നെ അഗ്നിശമന സേന വിഭാഗം ചെയ്ത് ഒരു ഫയർ ലൈൻ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ സമീപത്തെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ തീ നിയന്ത്രണ വിധേയമാകുന്നില്ല. കഴിഞ്ഞ അരമണിക്കൂറോളം നേരം നിർത്താതെ തീ നിയന്ത്രണ വിധേയമാവാതിരിക്കുകയാണ്. അനീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, സമീപത്തെ കടകളെല്ലാം ഒഴിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. സമീപത്തെ കടകളിലും ഇത് പടരുകയാണ് നിലവിൽ. ഏതെങ്കിലും തരത്തിലുള്ള ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള തീപിടുത്തത്തിന് കാരണം എന്ന് വല്ലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ആളുകൾ ആ കെട്ടിടത്തിന് ഇല്ല എന്നാണ് പരിശോധന നടത്തിയതെന്നും പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഞായറാഴ്ച ദിനമായതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിൽ കടകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബസ് സ്റ്റാൻഡിലെ തിരക്കും താരതമ്യേന കുറവായി നിൽക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ആ സ്ഥലത്തില്ലാതിരുന്നു എന്നത് കൊണ്ട് തന്നെ ആ കെട്ടിടത്തിനുള്ളിൽ കയറി തീപിടിച്ചപ്പോൾ തന്നെ ആളുകളില്ല എന്ന് ഉറപ്പുവരുത്തിയെന്ന് നേരത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അറിയിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത് ബിൽഡിങ്ങുകളുണ്ട്, അല്ലെങ്കിൽ അവിടെയും കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് തീ പടരാതിരിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും ബസ് മുഴുവൻ കടകളും ഇതിനകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയും ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് വെള്ളം ഒഴിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അവർക്ക് ആ ഉള്ളിലേക്ക് പ്രവേശനം ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത്. കാരണം തീ ആളിക്കത്തുന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് അത്തരത്തിൽ അകത്തേക്ക് കടക്കാനുള്ള ഒരു സൗകര്യം ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നു. അതിലേക്ക് ഏതാനും ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേനാംഗങ്ങൾ മുകളിലേക്ക് കയറി അവിടെ നിന്നും തീ കെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും അധികം വൈകാതെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്.
സമീപത്തെ എത്രത്തോളം കടകളിലേക്ക് ഈ ഒരു തീപിടുത്തം ബാധിച്ചു എന്നതിനെ പറ്റി വല്ല വിവരം ലഭിക്കാൻ കഴിയുന്നുണ്ടോ? നിരവധി കടകളാണ്. കാരണം കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമെന്ന് അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമെന്ന് നമുക്ക് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പറയാൻ കഴിയും. ഒരുപാട് നിന്നിരുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ബ്ലോക്കിൽ തന്നെയുണ്ട്. അതിന്റെ താഴ്ഭാഗത്ത് ചെറു കടകള്, ഈ ബസ് സ്റ്റാൻഡിലും മറ്റുമൊക്കെ കാണുന്ന തരത്തിലുള്ള കടകൾ. അതിന്റെ മുകളിലത്തെ നിലയിലാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. ആ ഗോഡൌണിൽ ഒരുപാട് തുണികൾ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് സ്കൂൾ തുറക്കലിന്റെ സീസൺ അടുത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തുണിത്തരങ്ങൾ അവിടെ ശേഖരിച്ച് വെച്ചിരുന്നു. അവയ്ക്കാണ് ഈ തീപിടുത്തത്തിൽ ഇപ്പോൾ വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത്. ജീവനക്കാരും മറ്റുമൊക്കെ അവിടുന്ന് വളരെ പെട്ടെന്ന് ഓടി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. ജനപ്രതിനിധികളും കോർപ്പറേഷൻ ഭാരവാഹികൾ അടക്കമുള്ളവരുണ്ട്. ഡെപ്യൂട്ടി മേയർ സാർ, അവിടെ അകത്ത് ആളുകളില്ല. അതെ, പല ചില യൂണിറ്റ് അടഞ്ഞു കിടക്കാണ്. അങ്ങനെ ആൾക്കൊന്നും അപകടം സംഭവിച്ചില്ല എന്നാണ് ഇതുവരെ നമ്മുടെ ധാരണ. വന്നുകൊണ്ടിരിക്കുന്ന എയർപോർട്ടിൽ നിന്നുള്ള യൂണിറ്റ് ഇവിടെ എത്താനായി, ബൈപ്പാസിലുണ്ട്. ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പ നിമിഷങ്ങൾക്കകത്തും വണ്ടവേലാണ്. അതെ, വരാതിരിക്കാനുള്ള രണ്ട് ഭാഗങ്ങളിലായി ഫയർഫോഴ്സ് യൂണിറ്റ് വളരെ കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതാണ് ക്രമീകരണം. കാരണം ഈ കെട്ടിടത്തിൽ തീ അണയ്ക്കുന്നതിനൊപ്പം മറ്റ് സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് അല്ലെങ്കിൽ സമീപത്തെ കടകളിലേക്ക് മറ്റുമൊക്കെ ഈ തീ വ്യാപിക്കാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണം. അതാണ് ഏറ്റവും നിർണായകമായി മാറുന്നത്. വലിയ നാശം ഇപ്പോൾ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിനുള്ളൊരു നീക്കം നടത്തുന്നു. എന്തായാലും കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നടക്കം ഉള്ള അഗ്നിശമന സേനാ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നു. ബൈപ്പാസിനടുത്ത് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അവ കൂടെ ഇവിടെ എത്തും. കുന്നമംഗലത്തു നിന്നും മറ്റ് സമീപ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് വരികയാണ്. അടുത്ത ജില്ലകളിൽ നിന്നും കൂടിയുള്ള യന്ത്ര സംവിധാനങ്ങളും മറ്റുമൊക്കെ എത്തിച്ച് എത്രയും പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു നീക്കമാണ്. എന്തായാലും ഒരു വശത്തു നിന്നും തീ നിയന്ത്രണ വിധേയമായി തുടങ്ങി എന്നതാണ് ഒരു അനുകൂല ഘടകമായി നമുക്ക് പറയാൻ കഴിയുന്നത്. ബസ് സ്റ്റാൻഡ് ഒരു ഭാഗത്തോട് ചേർന്നുള്ള വലിയ തീ കത്തുന്ന കാണാമായിരുന്നു. പക്ഷേ ഇപ്പോഴവിടെ തീക്ക് ഒരു ശമനം ഉണ്ടായിരിക്കുന്നു. വലിയ പുക നിറഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും തീ കെടുത്തി വേണം മറുവശത്തെ ആളിക്കത്തുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ. എന്തായാലും അല്പസമയത്തിനകം ആ ഒരു പരിശ്രമം വിജയം കാണും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത്. കൂടുതൽ സേനാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അനീഷ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് മൊത്ത കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് ഒരു പക്ഷേ ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിവരം അതിനെപ്പറ്റി ലഭിക്കുന്നുണ്ടോ? കനത്ത നഷ്ടങ്ങൾ ഉണ്ടാവും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തികമായ നഷ്ടത്തിലുപരി മറ്റ് കടകളിലേക്ക് പടരുകയോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് കിട്ടുന്നുണ്ടോ? അനീഷ് കുമാർ കേൾക്കുന്നുണ്ടോ? അത്തരത്തിലൊരു നാശനഷ്ടം ഒഴിവാക്കുന്നതിനുള്ളൊരു നീക്കം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. വലിയ നഷ്ടം തന്നെ ഈ സ്ഥാപനത്തിന് ഉണ്ടാവും. പക്ഷേ അത് ഇനി ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നഷ്ടമായി മാറുന്നു. പക്ഷേ മറുവശത്തുള്ള അല്ലെങ്കിൽ അതിന് സമീപമുള്ള കെട്ടിടങ്ങളിലേക്ക് കൂടി ഈ തീ പടരാതെ നോക്കണം. അതുകൊണ്ട് മാത്രമേ ഒരു വലിയ നഷ്ടം ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഒപ്പം ഈ ആളുകൾ പൂർണ്ണമായും സുരക്ഷിതരാക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നീങ്ങണം. അങ്ങനെയും നടക്കുന്നു. എന്തായാലും ഈ അകം ഏതാണ്ട് അകത്തെത്ര ആ ഒരു കടയിൽ മാത്രം കത്തിട്ടുള്ളൂ. മൊത്തത്തിൽ കത്തിച്ചിന്, മുകളില് മൊത്തം കത്തിനു. അങ്ങേ കത്തിന് അത് ഗോഡൌൺ മാത്രമാണ്. ഈ കത്തിയ ഭാഗം ഗോഡൌൺ മാത്രം. നാലേകാലിലെ കത്തി തുടങ്ങി. ആദ്യം കത്തി തുടങ്ങിയ ഇവിടെ എവിടെയാണ് തുടങ്ങിയത്? ഇവിടെ തുടങ്ങിയത്. ഈ ഭാവം നമ്മുടെ ഉള്ള ആളാണ്. നമ്മളവിടെ യൂണിഫോം മാറ്റിയപ്പോ 4:15 ഇവിടെ തുടങ്ങിയത്. അപ്പൊ തന്നെ നമ്മളെ വേണ്ടപ്പെട്ട അധികാരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അധികാരികൾ വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സർവീസ് വന്നിട്ടുണ്ട്. ഈ ആളുകളുണ്ടോന്ന് ഉറപ്പ് വരുത്തിയായിരുന്നു? ആളില്ല. ഇന്ന് സൺഡേ ആണ്, ഞായറാഴ്ച ആണ്. ആളില്ല. ഇതിപ്പോ ഈ സ്കൂൾ യൂണിഫോം ഒക്കെ ഉള്ള അതെ 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 സീസണാണ്.
അതുകൊണ്ട് അല്ലെ അതാണ് ഉള്ളത്. മറ്റു കടകളിലേക്കൊന്നും പടർന്നിട്ടില്ലല്ലോ അല്ലേ? പക്ഷേ മറ്റുള്ള കടലേക്ക് ആ കടലേക്ക് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു തുണിഷാപ്പാണ് കംപ്ലീറ്റ്. അത് തുണി ഷാപ്പാണ്. അതെ ആ ഭാഗത്ത് ഫാഷൻ സ്റ്റോർ. അതെ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നമാണ്. പക്ഷെ ആ സൈഡ് ഇപ്പോഴും കത്തുന്നുണ്ട്. കത്തിൽ അടിക്കുന്നുണ്ട്. കത്തിട്ട് 4:45 തുടക്കത്. ഇത് 5 മണിക്ക് സ്റ്റാർട്ട് ആയതാണ്. ഏകദേശം ഈ ഒരു മധ്യഭാഗത്തു നിന്നാണ് കത്തൽ തുടങ്ങിയത്. ഇവിടുന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ സർവീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ യൂണിറ്റിലെ വെള്ളവും 5 മിനിറ്റ് കൊണ്ട് തീർന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവർ മാനേജറെ പോയി വെള്ളം ഫില്ല് ചെയ്തിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുക. കഠിന ശ്രമം ഫയർ സർവീസുകാർ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ക്ലോത്തും പാർട്ടീഷൻ ചെയ്ത ഷീറ്റുകളും ACPയുടേതാണ്. അത് കത്തിക്കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ആ ഒരു മിശ്രിതമായതുകൊണ്ട് നല്ല രീതിയിൽ കത്തും. ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കെടുത്താനും ഈ കോണി വെച്ചിട്ട് ഈ ഫയർ സർവീസിന് കെടുത്താനും ഇപ്പോഴാണ് തുടങ്ങിയത്. അത് നല്ല ഗുണം ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുവരെ അടുക്കാൻ പറ്റാത്തല്ല, ഈ ഫയർ സർവീസിന്റെ വണ്ടിയുടെ മുകളിൽ നിന്ന് എന്തുമാത്രം അടിക്കാൻ പറ്റുന്നോ അങ്ങനെ അടിക്കുക. അതിലൊരു 60% വെള്ളം അകത്തേക്ക് പോകുള്ളൂ, 40% പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് അതും ചൂട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടായിരിക്കാം നമ്മൾ ഈ കോണി വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അവിടെ പെട്ടെന്ന് കിട്ടുക. ഇതൊരു ഈ ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രാവശ്യം ഒരു വട്ടം കെടുത്തിയതാണ്. ഇനി ചെയ്യേണ്ടത് ഈ റൗണ്ട് ബിൽഡിംഗിലേക്ക് തീ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. റൗണ്ട് ബിൽഡിംഗിൽ ഒരുപാട് മുഴുവൻ തുണിത്തരങ്ങളാ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് മുഴുവൻ തുണിത്തരങ്ങളാ. അത് തീ പിടിച്ചു കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലേക്ക് അവരുടെ സംഭരണ കേന്ദ്രമാണിത്. പിന്നെ സെപ്പറേറ്റ് ഷോപ്പുകളും ഉണ്ട് ഇല്ലത്. അതിന്റെ ഉടമകളൊക്കെ പലരും ഇവിടെ ഉണ്ട്, ബോധം കെട്ടിട്ടും കരഞ്ഞിട്ടും ഇരിക്കുന്നുണ്ട്. എന്താ ചെയ്യാൻ പറ്റിയ എന്താ സംഭവിച്ചെന്നൊരു ഒരു ധാരണയില്ല. സൺഡേ ആയതുകൊണ്ട് ഒരു ധാരണയില്ല എന്താണെന്നുള്ളത്. അതാണ് ഈ സമീപവാസികൾ പറയുന്നത്. അവർ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. വലിയ തോതിലുള്ള തുണി സംഭരണ കേന്ദ്രമായിരുന്നു അത്. അതിന്റെ തൊട്ട് മറുവശത്തിനെയാണ് ഈ ഫാഷൻ ബസാർ എന്ന പേരിൽ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ തന്നെ. അനീഷ് കുമാർ, അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്നത് പോലെ ഈ കറുത്ത പുക പ്രദേശത്താകെ ഉയരുന്നുണ്ട്. ഏകദേശം 5 മണിക്ക് തുടങ്ങിയ തീപിടുത്തമാണെന്ന് പറയുന്നുണ്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസ് ആണ്. യാത്രക്കാരെ എത്രത്തോളം, അല്ലെങ്കിൽ ബസ് ജീവനക്കാരെ, ഗതാഗതത്തെ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിക്കുന്നുണ്ടോ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ ഒരു അളവ് മറ്റ് പ്രവൃത്തി ദിനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കുറവുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ തോതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. പക്ഷേ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലാണ് വൻ തീപിടുത്തമുണ്ടായത്. 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഏകദേശം 5 മണിക്ക് തുടങ്ങിയ തീപിടുത്തമാണ്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ ജീവനക്കാരൊന്നും ഇല്ലാതിരുന്നതിനാൽ ആളപായം ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്താണ് പ്രാഥമിക നിഗമനം, അല്ലെങ്കിൽ എന്താണ് തീപിടുത്തത്തിനുള്ള കാരണമെന്ന് അല്പസമയത്തിനകം മാത്രമേ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. സമീപ ജില്ലയിൽ നിന്ന് പോലും ഫയർഫോഴ്സ് സംഘങ്ങൾ ഇനി എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ പരിശോധിക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിലും കുറ്റിച്ചിറയിലുമായി തെരുവുനായയുടെ ആക്രമണത്തിൽ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. കുറ്റിച്ചിറയിൽ 5 വയസ്സുകാരനെ നായ ആക്രമിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യവും പുറത്തുവന്നു. വീടിന് സമീപം കളിക്കുന്നതിനിടെയാണ് കുറ്റിച്ചിറ കോയപ്പറമ്പത്ത് ഇർഫാന്റെ മകൻ ഇവാന് പരിക്കേറ്റത്. കുട്ടിയുടെ കൈക്കും തലയ്ക്കും ദേഹത്തും കടിയേറ്റു. ബീച്ച് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. കുട്ടിയെ നായ ആക്രമിക്കുന്ന CCTV ദൃശ്യവും പുറത്തുവന്നു. മോനി ഇവിടുന്ന് അങ്ങോട്ട് പോയി അടുത്ത വീടതാ, ആ വീട്ടിലെ അവന്റെ ലോകിക്കാൻ നിജയമായുള്ള കുട്ടീനെ അതിൻ്റെ അടുത്തേക്ക് പാഞ്ഞതാണ്. പാഞ്ഞപ്പോൾ നായും അവന്റെ വയറ്റിലെ പാഞ്ഞ് അവലെ വീട്ടിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കടിച്ച് വലിച്ച് കുട്ടീന് തലയും പൊട്ടി. കൈയാണത് കണ്ടില്ലെങ്കിൽ കൈ ഇവിടെ അങ്ങനെ ഒഴിയും ചെയ്ത്
അതാണ് സംഭവം ഉണ്ടായത്. തെരുവുനായ ശല്യം മൂലം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് സ്ഥലത്തെ കുട്ടികൾ പരാതിപ്പെടുന്നു. ഇവിടെ നായ്കളെ വളരെ വലിയ ശല്യമാണ്. ഞങ്ങൾക്ക് സ്കൂളും മദ്രസയും ട്യൂഷനിലും ഒന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് ഈ നായ്കളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. പിന്നെ വലിയ വലിയ നായ്ക്കളാണ് ഉള്ളത്, അതുകൊണ്ട് ഒഴിവാക്കി തരണം. വീടിനടുത്ത് കളിക്കുന്നതിനിടെ തന്നെയാണ് കുറ്റ്യാടി കാവലുംപാറയിൽ 2 വയസ്സുകാരന് തെരുവുനായുടെ കടിയേറ്റത്. പട്ടിയാട്ടി നജീബിന്റെ മകൻ സഹറാനെയാണ് നായ ആക്രമിച്ചത്. പരിക്ക് പറ്റിയ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയെ ആക്രമിച്ച നായ മറ്റു ചില തെരുവുനായ്ക്കളെയും കടിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം നിലമ്പൂർ കാളികാവിലെ കടുവ ആക്രമണത്തിൽ വനം വകുപ്പിന്റേത് ഗുരുതര വീഴ്ച. കടുവയുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി നിലമ്പൂർ സൌത്ത് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്തയച്ചുവെങ്കിലും നടപടി സ്വീകരിച്ചില്ല. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. അതേസമയം മലപ്പുറം കടുവാ ദൌത്യം പുരോഗമിക്കുന്നതിനിടെ പാപ്പാന് നേരെ കുങ്കിയാനയുടെ ആക്രമണമുണ്ടായി. കുഞ്ചു എന്ന കുങ്കിയാനയാണ് പാപ്പാൻ ചന്തുവിനെ എടുത്തെറിഞ്ഞത്. രാവിലെ 9 മണിയോടെയാണ് കുങ്കിയാന കുഞ്ചു പാപ്പാൻ ചന്തുവിനെ ആക്രമിച്ചത്. അഴിക്കാൻ ചെന്ന പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടി തുമ്പിക്കൈ കൊണ്ട് എറിയുകയായിരുന്നു. കഴുത്തിന് പരിക്കേറ്റ ചന്തുവിനെ ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. പാപ്പാന്റെ പരിക്ക് ഗുരുതരമല്ല. നിലവിൽ കുങ്കിയാനകളെ ദൌത്യത്തിനിറക്കേണ്ട ഘട്ടമായില്ലെന്ന് സൗത്ത് DFO ധനിക്ലാൽ പറഞ്ഞു. കടുവ നിലയുറപ്പിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമേ ആനകളെ ദൌത്യത്തിന് ഉപയോഗിക്കൂവെന്നും നിലമ്പൂർ സൗത്ത് DFO അറിയിച്ചു. ഇന്നത്തെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുങ്കിയാനയെ ആ ഒരു സ്പോട്ട് ചെയ്തതിന് ശേഷമാണ് കുങ്കിയാനകളെ കുറിച്ചുള്ള തെരച്ചിലുണ്ടാവും. അതേസമയം കാളികാവിൽ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദം തേടി 2 തവണയാണ് നിലമ്പൂർ സൗത്ത് DFO കത്തയച്ചത്. മാർച്ച് 12-നും ഏപ്രിൽ 2-നും. ഇതിൽ നടപടിയെടുക്കാത്തതാണ് കടുവ ഒരാളുടെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് പ്രശ്നമെത്തിച്ചത്. ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് DFOക്കെതിരെ നടപടിയെടുത്ത് വനംവകുപ്പ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ദൌത്യം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ DFOയെ മാറ്റിയതിനെതിരെ നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട്. ഇതിന്റെ ദൌത്യം ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിന്റെ നമ്മളെ DFOനെ ഇവിടുന്ന് സ്ഥലം മാറ്റിയത്. ഈ സന്ദർഭത്തിൽ അയാൾ ഏത് എന്തായിക്കോട്ടെ ഇപ്പോൾ ഒരു ദൌത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് പുതിയൊരാൾ വന്ന് പഠിച്ച് വന്ന് ഇതാകുമ്പോഴത്തേനും ദൗത്യത്തിന് വളരെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ അയാളെ ഈ സന്ദർഭത്തിൽ മാറ്റിയത് വളരെ മോശമായി പോയെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഇത്. അതേസമയം നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ പുതിയ ദൃശ്യങ്ങൾ ഇന്നും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും 3ാമത്തെ കൂടും മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന DFOയുടെ സ്ഥലം മാറ്റം. ദൗത്യത്തിൽ നിർണായക പങ്കുവഹിക്കാനുള്ള കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചത്. പാറശ്ശേരി കടുവാ ദൗത്യത്തിൽ വെല്ലുവിളികൾ ഏറുകയാണ്. ഇതെല്ലാം മിഷനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. അഖിലോട്ട് പറകൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് മലപ്പുറത്ത് നിന്നുള്ള സംഘമെന്ന് പോലീസ്. 5-അംഗ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞു. വ്യാജ നമ്പർ പ്ലേറ്റ് പതിപ്പിച്ച കാറിലാണ് പ്രതികളെത്തിയത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 പേരെ പോലീസ് രാവിലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പാലക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. തൃത്താല സ്വദേശികളായ മുഹമ്മദ് ഹനീഫ, രജീഷ്, മട്ടന്നൂർ സ്വദേശി അബ്ദുള്ള എന്നിവരാണ് കസ്റ്റഡിയിലായത്. കൂറ്റനാട് സ്വദേശി നൌഷാദിന്റെ പരാതിയിലാണ് 3 പേരും പിടിയിലായത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മുദ്രപത്രം ഒപ്പിടിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഒരു കാലത്ത് ഗതാഗതക്കുരുക്ക് കൊണ്ട് പൊറുതിമുട്ടിയ ദേശീയപാതയാണ് നാഗർകോവിൽ തിരുവനന്തപുരം റോഡ്. ഇപ്പോൾ 1-ാം ഘട്ട പദ്ധതിയിലൂടെ പാത ഇരട്ടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുവെങ്കിലും റോഡിൽ അപകടങ്ങൾ തുടർക്കഥ ആവുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 18 ജീവനാണ് ഈ നിരത്തിൽ പൊലിഞ്ഞത്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണവും നിരവധിയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുൺ മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗതാഗതക്കുരുക്കുകൊണ്ട് പൊറുതിമുട്ടിയ തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാത നവീകരണത്തിന് ശേഷം ഇപ്പോൾ അപകടങ്ങളുടെ പരമ്പരയാണ് സമ്മാനിക്കുന്നത്. എന്താണ് ഇതിനുള്ള കാരണമെന്നുള്ളതാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. എന്താണ് ഈ ഒരു അപകടങ്ങൾക്ക് കാരണമെന്നാണ് പ്രധാനമായ ഒരു വിലയിരുത്തൽ. നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ സംസ്ഥാന പാതയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിൽ മാത്രമല്ല സ്ഥിരം ഇവിടെ അപകടങ്ങൾ പതിവായിരിക്കുക. ഈ അടുത്ത കാലത്ത് തന്നെ ബാലരാമപുരത്ത് 4 പേര് മരിച്ചു. അതുപോലെ തന്നെ ദിനംപ്രതി 2, 3, 4 പേരാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു അപകട മേഖലയുള്ളൊരു പാതയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഒന്ന്,
ഈ രാത്രികാലങ്ങളിൽ ലൈറ്റ് അനവധം സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളൊന്നും ഇവിടെ കത്താറില്ല. ഈ കത്തുന്ന ലൈറ്റുകൾ അവിടെ ഇവിടെ കുറച്ചുണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങളിലൊന്നും പ്രധാന ജംഗ്ഷനുകളിലും മറ്റു മേഖലകളിലൊന്നും ഈ ലൈറ്റുകൾ കത്താനില്ല. പിന്നെ വരുന്നത് ഈ സൂചനാ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ, ഈ സൂചനാ ബോർഡുകളൊന്നും സ്ഥലങ്ങളിലൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഈ ഒരു ക്രോസിംഗ് റോഡ് വരുന്ന സമയത്തൊക്കെ അനധികൃതമായിട്ട് വണ്ടികളൊക്കെ വന്ന് കയറി അപകടങ്ങൾ കൂടുതലുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സൂചനാ ബോർഡുകൾ അവിടെ ഇവിടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ കുറേയൊക്കെ ആൾക്കാർക്ക് ഈ അതിനകത്തൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമായിരുന്നു. അപ്പം ലൈറ്റുകളില്ല, സൂചനാ ബോർഡുകളില്ല. പിന്നെ രാത്രികാലങ്ങളിൽ പോലീസിൻ്റെ ഒരു നിയന്ത്രണം ഇതിനകത്തില്ല. കാരണം സ്പീഡിൽ പോകുന്ന വണ്ടികളിൽ കാരണം ഈ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഈ യന്ത്രങ്ങളുണ്ട്, അത് വെച്ച് ഇവർക്ക് നിയന്ത്രണ വിധേയമായിട്ട് അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ നമുക്ക് നിയന്ത്രണാതീതമാക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ അത്തരം ആധുനിക സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അമിത വേഗതയുള്ള വാഹനങ്ങൾ, അപ്പം അമിത വേഗതയുള്ള വാഹനങ്ങൾ പോകുമ്പോഴത്തേക്ക് റോഡ് ക്രോസിങ്ങും മറ്റു ഭാഗങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഇത് വണ്ടികൾ അപകടങ്ങളിൽ പെടുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്ന വണ്ടികൾ വന്നിടിക്കുകയും അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് പറയാം നെയ്യാറ്റിൻകര ഭാഗത്തു കൂടിയും തിരുവനന്തപുരം പിന്നെ നാഗർകോവിൽ ഈ പാത എന്നുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അപ്പോൾ അവിടെ ഇത്തരം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടെയാണ്. കാരണം ഈ ആളുകൾ ഒരുപാട് യാത്ര ചെയ്യുന്നൊരു സ്ഥലം കൂടിയായതുകൊണ്ട് ഈ അപകടങ്ങൾ നിരന്തരം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു അടിയന്തരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തി ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ദിവസവും മരണസംഖ്യ കൂടിക്കൂടി വരുന്നൊരവസ്ഥയിലേക്കാണ് നമുക്ക് കാണാൻ പറ്റും. അത് ശക്തമായ ഒരു ഇടപെടൽ നടത്തി സർക്കാരും പോലീസും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ലഹരിയുടെ അമിത ഉപയോഗം ഇന്ന് കൂടി വരികയാണ്. വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിച്ചും ലഹരിക്ക് അടിമപ്പെട്ടും പിന്നെ അത്ര ഒരു മാഫിയ സംഘങ്ങൾ തന്നെ ഇതിൻ്റെ ബാക്കിലുണ്ട്. കൂടാതെ അത്യാവശ്യമായി നമ്മളോട് സൈൻ ബോർഡുകളൊന്നും മിക്കടത്തും ഈ റോഡുകൾ സ്ഥാപിച്ച് കാണുന്നില്ല. ഉള്ള സൈൻ ബോർഡുകൾ തന്നെ മറയ്ക്കപ്പെട്ടിട്ടുണ്ട്, പോസ്റ്റർ ഒട്ടിച്ച് മറയ്ക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ വാഹനം തട്ടി മറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും സൈൻ ബോർഡുകൾ കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദം ഈ പറഞ്ഞ അപകടങ്ങളുടെ ഇപ്പോൾ അടുത്തുണ്ടായ അപകടങ്ങളെല്ലാം ലഹരി ഉപയോഗിച്ചുള്ള അപകടങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. പിന്നെ അമിത വേഗത, എല്ലാവരും അമിത വേഗതയിലാണ്. അമിത വേഗതയും പിന്നെ അലക്ഷ്യമായിട്ടുള്ള വാഹനം ഓടിപ്പാണ് പോയിട്ട് ഇപ്പോൾ ഇന്ന് ഈ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ KSRTC ബസ് പോയിട്ട് നമ്മുടെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തമിഴ്നാട് ബസ്സും കൂടെ അത് ഇന്റർലോക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവരും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അപകടം ഉണ്ടാകുന്ന ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. റോഡിൽ പൊഴിയുന്ന ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ്. എന്താണ് ഇതിന് കാരണമെന്നുള്ളത് വ്യക്തമായി പഠിച്ച് പരിഹാരം കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അധികൃതർ കണ്ണു തുറക്കണം. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര. കാസർഗോഡ് ദേശീയപാത 66-ൽ വികസനവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും അപകട സാധ്യതയുള്ളതുമായ ഇടങ്ങൾ കണ്ടെത്താൻ പരിശോധന. ടൗൺ പ്രദേശങ്ങളിലടക്കം ഓവുചാലില്ലാത്ത ഇടങ്ങൾ കണ്ടെത്തി. കാലിക്കടവ് മുതൽ മഞ്ചേശ്വരം വരെയുള്ള പാത പരിശോധിച്ചാകും റിപ്പോർട്ട് നൽകുക. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. നേരത്തെ ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ ഉയർന്ന അഭിപ്രായം കണക്കിലെടുത്താണ് ദേശീയപാത 66-ൽ പരിശോധന നടത്തിയത്. കാലിക്കടവിലും ചെറുവത്തൂരിലും നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലും പടന്നക്കാട്ടും വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്ത ഇടങ്ങൾ കണ്ടെത്തി. പലയിടങ്ങളിലും ദേശീയപാതയോട് ചേർന്ന് ഓവുചാലുകൾ ഒരുക്കുന്ന പ്രവൃത്തികൾ എങ്ങുമെത്താത്ത സ്ഥിതിയാണ്. മഴ തുടങ്ങിയാൽ നീലേശ്വരത്തും ചെറുവത്തൂരിലും പടന്നക്കാട്ടും ടൗൺ പ്രദേശങ്ങൾ വെള്ളത്തിലാകുമെന്ന ആശങ്ക ജനപ്രതിനിധികൾ കരാർ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള 12 ഇടങ്ങളും കണ്ടെത്തി. നമുക്കിപ്പോ ഡ്രെയിനേജ് ഒരുപാട് നാഷണൽ ഹൈവേയിൽ തന്നെ ഡ്രെയിനേജ് കുറച്ചിട്ടാണുള്ളത്. ആ ഡ്രെയിനേജ് പിന്നെ റെയിൽവേ ലൈൻ വരെ കൂട്ടാനും സർവീസ് റോഡ് ഫുള്ള് കവർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് സെക്കൻഡ് ബ്രിഡ്ജ് വരുന്ന സൈഡിൽ ഓവർബ്രിഡ്ജ് വരുന്ന സ്ഥലത്ത് ഡ്രെയിനേജ് നിർമ്മിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അവരുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അംഗീകരിക്കാമെന്ന് മറുപടി തന്നിട്ടുണ്ട്. ദേശീയപാതയിൽ കരുവാച്ചേരിയിലുള്ള കുഴി വെള്ളം കെട്ടി അപകടകരമാകുമെന്ന് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തി. NH സ്പെഷ്യൽ തഹസിൽദാർ KV ശശിധരൻ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി തഹസിൽദാർ PV തുളസിരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന അധികൃതരും ചേർന്നാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ട് സാധ്യതാ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,185 രൂപ, പവന് 57,480 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.